ഫ്രണ്ട്സ്, ഈ മീൻ കിട്ടുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈ ചെയ്തിട്ടല്ലത് ഇങ്ങനെ. ഇപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു പൊള്ളിച്ച് കഴിക്കാന്ന് കേട്ടോ. അങ്ങനെ അതിന് വേണ്ട ഐറ്റംസ് ഒക്കെ റെഡിയാക്കി മീൻ സാധാ പോലെ തന്നെ മീൻ ഫ്രൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, തക്കാളി, ഉള്ളി, പിന്നെ പൊടികള്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടു. എന്നിട്ട് അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാലാണ് ഇതിന്റെ നല്ല ടേസ്റ്റ് നൽകുന്ന ഒരു സാധനം കേട്ടോ. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചു, കുറച്ച് പുളി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കേട്ടോ. അപ്പൊ അതെല്ലാവർക്കും അറിയണ പോലെ തന്നെയാണ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല. അതിന് ശേഷം എല്ലാം എടുത്തു, വാട്ടി, പിന്നെ ആ മസാല ആദ്യം വെച്ചു, പിന്നെ അതിന്റെ മീനിലേക്ക് മീൻ വെച്ചു, പിന്നെ ഒന്ന് സെറ്റ് ആക്കി എടുത്തോട്ടോ ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് നാവിൽ ഇങ്ങനെ വെള്ളം വരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ റെസിപ്പി. അതിനുശേഷം 2 ഉള്ളി വെച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ടോ. കണ്ണേടിനാട്ടോ ഇതൊക്കെ ചെയ്തുതരും, കെട്ടിത്തരുമൊക്കെ ചെയ്യാം. അവരുടെ കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിൽ ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ചെയ്തുതരും. അതിനുശേഷം നന്നായിട്ട് അത് ഫ്രൈ ചെയ്ത് കൊടുത്തുട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല, അടിപൊളി കിടുക്കാച്ച ഡിഷായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതാ ചൂടോടുകൂടെ തന്നെ കഴിച്ചു. ഞാനും അക്കും അമ്മയും എല്ലാരും കഴിച്ചു. അപ്പൊ ഇതുണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ വേണ്ടവർ പോയി